ക്രൂശിത വഴിയിലൂടെ 20-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ ധ്യാനിക്കുന്നു. രാവും പകലും തന്നെ വിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ എത്രയധികം പ്രതികാരം നടത്തും. അവൻ അവർക്ക് കാലതാമസം വരുത്തുമോ? രാത്രിയിലും പകലും തന്നെ വിളിക്കുന്ന തൻ്റെ ജനത്തിന് മറുപടി നൽകുന്ന നമ്മുടെ ദൈവം, കണ്ണുനീർ തൂവുമ്പോൾ മനസ്സരിഞ്ഞ് നമ്മെ ചേർത്ത് വിളിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം നമ്മുടെ തുണയ്ക്കുണ്ട്. നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാം. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നതിന് മുൻപ് മനസ്സിൻ്റെ അകത്തിരുന്നും ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് നിലവിളിക്കാം. നാം വസിക്കുന്ന ലോകത്തിലും അതിൻ്റെ മായാ കാഴ്ചകളിലും നാം വീണു പോകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധാതപുരാൻ ജോയൽ പ്രവാചകൻ 2:18 നമ്മോട് കൽപ്പിക്കുന്നു. കർത്താവ് തൻ്റെ സ്ഥലത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുന്നു, തൻ്റെ ജനത്തെ കരുതും, തൻ്റെ ജനത്തോട് ഉത്തരമരുളുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും നമ്മുടെ ദൈവം ഉത്തരമരുളും. മോശയുടെ നൊയമ്പിനെയും അവൻ്റെ താഴ്മയെയും കൈക്കൊണ്ടവൻ നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നൊയമ്പിനെ കൈക്കൊണ്ട് കാറ്റുവാനായ ദൈവം ഓരോ യാമത്തിലും നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കേട്ട് അവയെ കൈക്കൊണ്ട് തൻ്റെ രാജ്യത്തിനു വേണ്ടി അവകാശിയായി തീർക്കും, നമ്മെ അർഹരാക്കി തീർക്കും. നമുക്ക് ഈ നോമ്പുകാലത്ത് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.